അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രോഹിത് ശ്യാമയുടെ കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുസ്മിതയും ഉപേന്ദ്രനും അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഈ വീടും ഇത് തിരിച്ചെഴുതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ രോഹിത് പറയുന്നു, ഇപ്പം എനിക്ക് തരാൻ നിവൃത്തിയില്ല, കാരണം എനിക്ക് വേറെ വീടില്ല എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു തമ്മിൽ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ശ്യാമയാണെങ്കിൽ സ്വപ്നം കാണുന്നു, പപ്പിമോളെ ആരോ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ സ്വപ്നം കാണുന്നു. അങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുമ്പോഴത്തേനും രോഹിത്തിനെ കാണത്തില്ല. അങ്ങനെ രോഹിത് നോക്കുമ്പോൾ മറ്റേ റൂമിൽ എന്തോ ആധാരമൊക്കെ സന്ധ്യയ്ക്ക് വായിക്കുകയാണ്. അപ്പം ശ്യാമ ചോദിക്കുന്നത് എന്താണ്, അപ്പം ഇങ്ങനെ കള്ളത്തരത്തിലൊക്കെ മറച്ചു പിടിക്കുകയാണ്. അപ്പം ശ്യാമയ്ക്ക് ഒരു ഡൗട്ട് വരുന്നു, രോഹിത് എന്തോ മറയ്ക്കുന്നുണ്ടെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ വിഷ്ണു സത്യഭാമയോട് കാര്യങ്ങളൊക്കെ പറയുന്നത്, നമുക്ക് എങ്ങനെയും വീട് തിരിച്ചെടുക്കുക, അമ്മേനെ ജോലിക്ക് പോകണ്ട എന്ന് പറയുന്നു. അതുപോലെ അനൂപ് ശാലിനിയുടെ അടുത്ത് നൂറിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ശാലിനി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രോഹിത്തും ശ്യാമയും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും പ്രണയ നിമിഷങ്ങളാണ്. നല്ലൊരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അവരിങ്ങനെ ശാലിനി കാറിൽ വന്നിറങ്ങും ഓട്ടോ സ്റ്റാൻഡിൽ. എന്നിട്ട് ഇത് ആരുടെ ഓട്ടോ എന്ന് ചോദിക്കും. അപ്പം വിഷ്ണു വന്ന് ഡ്രൈവറായിട്ട് വരികയാണ്. അങ്ങനെ ഓട്ടോയിൽ കയറും. അപ്പം നമ്മുടെ കമലിന് അവിടെ നിന്ന് ബാക്കിയുള്ളവരോട് പറയും, അവർ പോട്ടെ എന്ന് പറയും. അപ്പോൾ അവർക്കറിയാം ഇത് കളക്ടറാണല്ലോ, ഇതെന്താ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നത് ഒരു പ്രശ്നമില്ല, അവർ ഭാര്യയും ഭർത്താവുമാണെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും, ഭാര്യയും ഭർത്താവോ? അതേന്ന് പറയും. അങ്ങനെ അവർ കളിച്ചും രസിച്ചും സന്തോഷിച്ചും ഇങ്ങനെ യാത്ര പോവുകയാണ്. ഭയങ്കര രസമുള്ള എന്താ പറയുക സീനുകളൊക്കെ ഉണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ പപ്പിമോളും സത്യം ഇങ്ങനെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ഗുണ്ടകൾ വരും. സുസ്മിതയുടെ ആൾക്കാരാണ് അവർ. കാരണം കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. കാരണം നമ്മുടെ ശാലിനിക്കിട്ടും ഇപ്പം രോഹിത്തും എതിരെയാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ പണി കൊടുക്കുക എന്നുള്ള, ഈ കുഞ്ഞുങ്ങളെ വെച്ച് തന്നെ പണി കൊടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അടുത്ത് ചെന്നിട്ട് ഒരു ടവലിൽ ക്ലോറോഫോം മണപ്പിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ബോധമില്ലാതാവും. അങ്ങനെ എടുത്ത് കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ മിസ്സാവുന്ന സമയത്ത് ശാലിനിയും വിഷ്ണു ആണെങ്കിൽ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത അറിയുന്നത്. അങ്ങനെ ഈ വാർത്ത അറിഞ്ഞ ശേഷം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ എന്തായാലും കുഞ്ഞുങ്ങളെ അവർ കണ്ടെത്തുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.